ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ധനേഷ്. നമുക്കിന്ന് പ്ലസ് ടു സുവോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടിയിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കാദ്യം റീപ്രൊഡക്റ്റീവ് ഇവന്റ്സിനെ കുറിച്ച് നോക്കാം. റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ആൺകുട്ടിയിലും പെൺകുട്ടിയിലും തുടങ്ങുന്നത് പ്യൂബേർട്ടി എന്ന് പറയുന്ന പ്രായത്തിന് ശേഷമാണ്. പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ കൗമാരപ്രായം. റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് occur ആഫ്റ്റർ പ്യൂബേർട്ടി. ഗേൾസിലെ പ്യൂബേർട്ടി തുടങ്ങുന്നത് 10-11 വയസ്സാകുമ്പോഴും ബോയ്സിലെ പ്യൂബേർട്ടി ബിഗിൻ ചെയ്യുന്നത് 11-12 വയസ്സ് മുതലാണ്. അതിനുശേഷം നടക്കുന്ന റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇവന്റ്സുകളാണ് റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ്. അതിൽ ആദ്യം വരുന്നതാണ് ഗമിറ്റോജനസിസ്. ഫസ്റ്റ് പ്രോസസ്സാണ് ഗമിറ്റോജനസിസ്. ഗമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമിറ്റ്സ്. മെയിൽ ഗാമിറ്റ് സ്പെർം, ഫീമെയിൽ ഗാമിറ്റ് ഓവം. അതിന്റെ ഫോർമേഷൻ ആണ് ഗമിറ്റോജനസിസ്. അങ്ങനെ ഗമിറ്റ്സുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സ്പെർം ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. സ്പെർംസിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. അങ്ങനെ ഇൻസെമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. സ്പെർം ഹാപ്ലോയിഡ് ആണ്, ഓവം ഹാപ്ലോയിഡ് ആണ്. ഇത് രണ്ടും ചേർന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്, ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ട് ഉണ്ടാവും. നാലാമത്തെ പ്രോസസ്സാണ് സൈഗോട്ട് ഫോർമേഷൻ. അങ്ങനെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഏർലി എംബ്രിയോ ആണ്. സൈഗോട്ട് ഈസ് കോൾഡ് ഏർലി എംബ്രിയോ. ഒരു എംബ്രിയോയുടെ ആദ്യത്തെ അവസ്ഥയാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഒരു സെല്ലാണ്. അതിനുശേഷം സൈഗോട്ടിന് മൈറ്റോസിസ് നടക്കും. ഈ സൈഗോട്ടിന്റെ മൈറ്റോസിസിനെ ഒരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത് ക്ലീവേജ്. അപ്പോൾ അഞ്ചാമത്തെ പ്രോസസ് ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ സൈഗോട്ടിക് ഡിവിഷൻ ഈസ് കോൾഡ് ക്ലീവേജ്. അങ്ങനെ സൈഗോട്ട് ആദ്യം ഒരു സെല്ല് 2 സെല്ലാകും, പിന്നീട് 4 സെല്ലായിട്ട് മാറും. 4 സെല്ല് പിന്നീട് 8 സെല്ലായിട്ട് മാറും. അങ്ങനെ 8-16 സെല്ലായിട്ട് മാറും. ഈ 8-16 സെല്ലുള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറ്യൂല. മോറ്യൂല. അപ്പോൾ ആറാമത്തെ പ്രോസസ്സാണ് മോറ്യൂല ഫോർമേഷൻ. മോറ്യൂല എന്ന് പറഞ്ഞാൽ ഒരു 8-16 സെല്ലുകളുള്ള എംബ്രിയോയെ വിളിക്കുന്ന പേരാണ് മോറ്യൂല. ഇപ്പോൾ മോറ്യൂല എന്ന് പറഞ്ഞാൽ 8-16 സെൽഡ് സ്റ്റേജ് ഓഫ് എംബ്രിയോ. 8-16 സെൽഡ് സ്റ്റേജ് ഓഫ് എംബ്രിയോ. മോറുലയ്ക്ക് ഡിഫറൻഷിയേഷൻ നടന്നിട്ട് അടുത്ത സ്റ്റേജ് ആണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ്. മോറുല ഡിഫറൻഷിയേഷൻ നടന്നിട്ടുണ്ടാകുന്നതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് ഓൾസോ കോൾഡ് ബ്ലാസ്റ്റുല. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് ഇംപ്ലാന്റേഷൻ നടക്കും. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു യൂട്ടറൈൻ വാൾ. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് യൂട്രസിന്റെ വാളിൽ അറ്റാച്ച് ചെയ്യുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിന്റെ ഇന്നർ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു യൂട്രസ്, യൂട്ടറൈൻ വാൾ. അങ്ങനെ ഇംപ്ലാന്റേഷന് ശേഷം നമ്മൾ പറയും പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അടുത്ത പ്രോസസ്സാണ് ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ്. പ്രഗ്നൻസി പീരീഡിന്റെ പേരാണ് ജസ്റ്റേഷൻ പീരീഡ്. അപ്പൊ ഹ്യൂമൻ പ്രഗ്നൻസി പീരീഡ് മോർ ദാൻ 9 months ആണ്. 9 months ആണ് ഹ്യൂമൻ പ്രഗ്നൻസി പീരീഡ്. അങ്ങനെ 9 months ആവുന്ന സമയത്ത് ഫുൾ ടേം കംപ്ലീറ്റ് ആകും. ചൈൽഡ് ബർത്ത് നടക്കും. ചൈൽഡ് ബർത്തിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ബേബി. അപ്പോൾ ഇത്രയും ഇവൻസ് ആണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻസ്
എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാം. നമ്മുടെ പുതിയ ടോപ്പിക്കാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ പെൽവിസ് റീജിയൻ. പെൽവിസ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇടുപ്പിന്റെ ഭാഗം, അരയുടെ ഭാഗം, ഹിപ്പ് റീജിയൻ ആണ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ പെൽവിസ് റീജിയൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് 4 പാർട്സ്. ഏതൊക്കെയാണ്? എ പെയർ ഓഫ് ടെസ്റ്റിസ്, accessory ducts, accessory glands, external genitalia called penis. ഇത്രയും 4 ഭാഗങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഇനി നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ച് നോക്കാം. മെയിൽ ഗമീറ്റായ സ്പേം ഫോം ചെയ്യുന്ന ഓർഗനാണ് ടെസ്റ്റിസ്. ഈച്ച് ടെസ്റ്റിസ് ഹാസ് ഓവൽ ഇൻ ഷേപ്പ്. ടെസ്റ്റിസിന്റെ ഷേപ്പ് ഓവൽ ഷേപ്പാണ്. ഈച്ച് ടെസ്റ്റിസ് ഹാസ് ഓവൽ ഇൻ ഷേപ്പ്. ടെസ്റ്റിസിന്റെ ഷേപ്പ് ഓവൽ ഷേപ്പാണ്. ഇതേപോലെ ഓവൽ ഷേപ്പിലാണ് ടെസ്റ്റിസ് കാണുന്നത്. Each testis has 4 to 5 centimeter length and 2 to 3 centimeter width. ഒരു ടെസ്റ്റിസിന് 4-5 സെന്റിമീറ്റർ നീളവും 2-3 സെന്റിമീറ്റർ വീതിയുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഓവൽ ഷേപ്പ് ഓർഗനാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് കവേർഡ് ബൈ എ ഡെൻസ് കവറിംഗ് കോൾഡ് ട്യൂണിക്ക ആൽബുജിനിയ. ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡെൻസ് കവറിംഗ് ഉണ്ട്, ട്യൂണിക്ക ആൽബുജിനിയ. ടെസ്റ്റിസിനകത്താണ് സ്പേം ഫോം ചെയ്യുന്നത്. മെയിലില് 2 ടെസ്റ്റിസ് കാണുന്നുണ്ട്. ഈ ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു സ്കിൻ പൗച്ചിനകത്താണ്. അതിനെ വിളിക്കും സ്ക്രോട്ടം. എ പെയർ ഓഫ് ടെസ്റ്റിസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ ലോവർ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ സ്കിൻ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. മെയിലില് അടിവയറ്റിന് പുറമെ ആയിട്ട് ഒരു സ്കിൻ പൗച്ചിനകത്ത് ആണ് ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ സ്കിൻ പൗച്ചിന്റെ പേരാണ് സ്ക്രോട്ടം. ഒരു സ്ക്രോട്ടൽ സാക്കിൽ 2 ടെസ്റ്റിസ് കാണും. സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ലോ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 2 to 2.5 degrees Celsius lower than ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ. ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണ്. അതിനേക്കാളും ഒരു 2 ഡിഗ്രിയോ 2.5 ഡിഗ്രിയോ കുറഞ്ഞിരിക്കും സ്ക്രോട്ടത്തിൽ. സ്ക്രോട്ടത്തിൽ ടെമ്പറേച്ചർ കുറയുന്നതിന്റെ ആവശ്യകത സ്പേം ഫോർമേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ലോ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 2 to 2.5 degrees Celsius lower than internal body temperature necessary for spermatogenesis. Spermatogenesis എന്ന് സ്പേം ഫോർമേഷൻ. അപ്പൊ സ്പേം ഫോർമേഷന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 degrees Celsius കുറഞ്ഞിരിക്കണം. അത് സ്ക്രോട്ടം പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു ടെസ്റ്റിസിന്റെ സെക്ഷൻ എടുത്തു നോക്കിയാൽ അതിനകത്ത് 250 ലോബുകൾ കാണാൻ പറ്റും. ഈച്ച് ടെസ്റ്റിസ് ഹാസ് 250 compartments called testicular lobules. ഓരോ ടെസ്റ്റിസിനകത്തും 250 ലോബുകൾ ഉണ്ട്. അതിന് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്ന് പറയും. ടെസ്റ്റിസിൽ കാണുന്ന ലോബുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. അങ്ങനെയുള്ള ഒരു ലോബിന്റെ ചിത്രമാണിത്. ഇത് ടെസ്റ്റിസിലുള്ള ഒരു ലോബിന്റെ ചിത്രമാണ്. ഇങ്ങനെയുള്ള 250 കമ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഒരു കമ്പാർട്ട്മെന്റിന്റെ ചിത്രമാണിത്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഈച്ച് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ കണ്ടെയ്ൻ 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റിക്കുലാർ ലൊബ്യൂളില് 1 to 3 1, 2, 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന ട്യൂബ്യൂളുകളുണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് സ്പേം ഫോം ചെയ്യുന്നത്.
Each testis consists of 250 compartments called testicular lobule, and each testicular lobule contain 1 to 3 highly coiled seminiferous tubule in which sperms are produced. Each seminiferous tubule lined by 2 types of cells. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിനെയും, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്, ഇത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ്. അപ്പോൾ ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ലൈൻഡ് ബൈ, ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെയും ഇൻസൈഡ് വാളിലൂടെ ഒരു എപ്പിത്തീലിയം ഉണ്ട്, ഒരു ജെർമിനൽ എപ്പിത്തീലിയം. ആ ജെർമിനൽ എപ്പിത്തീലിയത്തിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ലൈൻഡ് ബൈ 2 ടൈപ്സ് ഓഫ് സെൽസ്. അതിലൊന്നാണ് സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ സ്പെർമാറ്റോഗോണിയ ഓൾസോ കോൾഡ് മെയിൽ ജേം സെൽ. മെയിൽ ജേം സെൽ. സ്പെർമാറ്റോഗോണിയ ഓൾസോ കോൾഡ് മെയിൽ ജേം സെൽ. Each seminiferous tubule lined by 2 types of cells, that is male germ cell or spermatogonia and Sertoli cell. Seminiferous tubule inside wall-il 2 type cells ഉണ്ട്. അതിൽ ഒന്നാണ് male germ cell or spermatogonia. രണ്ടാമത്തതാണ് സെർട്ടോളി സെൽ ഓർ നേഴ്സ് സെൽ. ഇനി ഈ സെല്ലുകളുടെ ഫങ്ഷൻസ്: മെയിൽ ജേം സെൽ ഓർ സ്പെർമാറ്റോഗോണിയ become functional sperm. In future, male germ cell or spermatogonia become functional sperm. ഫ്യൂച്ചറിലെ ഫങ്ഷണൽ സ്പേമുകളായി മാറുന്നത് മെയിൽ ജേം സെല്ലാണ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയാണ്. അതായത് ഒരു എപ്പിത്തീലിയൽ സെല്ലാണ് സ്പേം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഗമീറ്റ്സ് ആർ മോഡിഫിക്കേഷൻസ് ഓഫ് എപ്പിത്തീലിയൽ സെൽ. ഒരു എപ്പിത്തീലിയൽ സെല്ലിന്റെ മോഡിഫിക്കേഷൻ ആണ് സ്പേം. അപ്പോൾ മെയിൽ ജേം സെൽ ബിക്കം സ്പേം. ഇനി സെർട്ടോളി സെൽസിന്റെ ഫങ്ഷൻ. ഈ കാണുന്ന ടോൾ സെൽസ് ആണ് സെർട്ടോളി സെൽസ്. Sertoli cells provide nutrients to developing sperm. ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെർട്ടോളി സെല്ലാണ്. സോ സെർട്ടോളി സെൽ ഈസ് കോൾഡ് നേഴ്സ് സെൽ. സ്പേമിനെ നേഴ്സ് ചെയ്യുന്ന സെല്ലായതുകൊണ്ട് നേഴ്സ് സെൽ എന്ന് വിളിക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലുള്ള 2 സെല്ലുകളുടെ പേരാണ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഔട്ട്സൈഡിലുള്ള സെല്ലാണ് ഇത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇടയിൽ കാണുന്ന ആ സ്പേസിനെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. സെമിനിഫറസ് ട്യൂബ്യൂളുകൾക്ക് ഇടയിലുള്ള സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ആ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന സെല്ലിന്റെ പേരാണ് ലെയ്ഡിഗ് സെൽ ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽ. ലെയ്ഡിഗ് സെൽ ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽ. ലെയ്ഡിഗ് സെൽസ് എന്താന്ന് ചോദിച്ചാൽ cells present outside the seminiferous tubule is called Leydig cell. Cells present outside the seminiferous tubule is called Leydig cell. Seminiferous tubule outside interstitial space il കാണുന്ന സെല്ലുകളാണ് Leydig cell. Leydig cell synthesize and secrete testicular hormone androgen. Leydig സെല്ലുകൾ ടെസ്റ്റിസിന്റെ ഹോർമോണായ ആൻഡ്രോജൻ സിന്തസൈസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കണമെങ്കിൽ തൊട്ടടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം.